കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. വലിയ നോമ്പ് എത്ര പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആചരിക്കണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി. ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സിനെ വരുതിയിൽ കൊണ്ടുവന്ന് ദൈവീക കാര്യങ്ങൾ വ്യാപൃതരായി ഈ നോമ്പുകാലത്ത് മുന്നോട്ട് പോകണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമുക്ക് വ്യക്തമാക്കി തന്നു. ഇനി ഇന്നത്തെ പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിക്കുന്നത് വളരെ സ്നേഹത്തോടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ മടിക്കരുത് എന്ന സന്ദേശമാണ്. ഈ ലോകത്ത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ സഹനങ്ങൾ ഒഴിവാക്കുവാൻ പരിശ്രമിക്കുന്നു. തെറ്റൊന്നുമില്ല. സഹനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. സഹനങ്ങൾ ഒഴിവാക്കുവാൻ നമ്മുടെ ജീവിതം മുഴുവൻ നാം പരിശ്രമിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഉൾപ്പെടും. ദൈവമേ, സഹനങ്ങൾ ഉണ്ടാകാതെ ദുഃഖങ്ങളില്ലാതെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. അതുകൊണ്ടാണ് അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കും. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ എത്രമാത്രം കർത്താവേ എനിക്കിത് തരരുതേ എന്ന് പ്രാർത്ഥിച്ചാലും, അത് ഒഴിവാക്കാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചാലും, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവം സഹനങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അത് വ്യത്യസ്ത രീതിയിൽ കടന്നു വരും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇത് മനസ്സിലാക്കി പരിശുദ്ധ അമ്മ പറയുകയാ, മക്കളെ, നിങ്ങൾ സഹനങ്ങൾ പാഴാക്കരുത്. ക്രൈസ്തവരായ നമ്മൾ സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. ക്രൈസ്തവന്റെ സഹനത്തിന് ഒരു രക്ഷയുടെ ഒരു പദ്ധതി അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആകുലതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഇസ്രായേലിലും ഗാസയിലും പാലസ്തീനിലും ഒക്കെയുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ, ഉക്രൈനിലും റഷ്യയിലുമുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ, സിറിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ, പ്രത്യേകിച്ചും അവിടങ്ങളിലൊക്കെ ക്രൈസ്തവരുടെ അവസ്ഥ, മതപീഡനം, ദുരിതങ്ങൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ ഏറ്റെടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുണ്ട്. ഇവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സഹനങ്ങൾ എത്രമാത്രം നിസ്സാരം. സഹനങ്ങളെ കുറിച്ച് പഴിക്കുവാൻ നമുക്ക് എന്തെങ്കിലും? ഈ ലോകത്തിൻ്റെ ഗതി
സഹനങ്ങളിൽ നിന്ന് സഹനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളും ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറുന്ന നിമിഷങ്ങളും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുക, നിങ്ങൾ സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങൾ കൃപയാക്കി മാറ്റണം. എന്നിട്ട് എപ്രകാരമുള്ള വ്യക്തികൾക്കാണ് ഈ സഹനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ലിഖിതം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2 രീതിയിൽ സഹനങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, മനുഷ്യന്റെ തിന്മ പ്രവൃത്തിയുടെ ഫലമായി സഹനങ്ങൾ ഉണ്ടാകുന്നു. പത്രോസുകാരുടെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ സഹനങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ തെറ്റു ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്ന സഹനങ്ങൾ, അതിനൊരു വിലയില്ല. എന്നാൽ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് സഹിക്കുന്ന സഹനങ്ങളുണ്ട്. അവൻ പത്രോസിയുടെ 2-ാം ലേഖനത്തിൽ 19-ാം വചനമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. 2-ാം അധ്യായത്തിന്റെ 19-ാം വചനം പറഞ്ഞു തരുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് സഹനങ്ങൾ കടന്നു വരുമ്പോൾ അത് ദൈവചിന്തയോടുകൂടി സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. നീ ചെയ്യാത്ത കുറ്റത്തിന് നീ വിധിക്കപ്പെടുമ്പോൾ, നിന്നെ മാറ്റി നിർത്തുമ്പോൾ, നീ ചെയ്യാത്ത കുറ്റത്തിന് നിന്നെ തള്ളി പറയുമ്പോൾ, ആ സഹനങ്ങൾ ദൈവചിന്തയോടുകൂടി സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറുമെന്ന് വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന സത്യവും. ജീവിതത്തിൽ സഹനങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ജീവിതത്തിൽ സഹനങ്ങൾ അത് മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത തോതിൽ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയും. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വ്യത്യസ്ത മേഖലയിലൂടെ, വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങളിൽ കിടന്ന് നമ്മൾ വേദനിക്കുമ്പോൾ, നീറിപ്പുകയുമ്പോൾ ഈ വചനം നമുക്ക് ശക്തി നൽകട്ടെ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, തള്ളിക്കളയണമെന്നല്ല പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ മക്കളെ, നിങ്ങൾ സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്. നിന്റെ സഹനം യേശുക്രിസ്തുവിന്റെ പീഡാസനത്തോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ അതിൻ്റെ വില നിനക്ക് ഇപ്പോൾ മനസ്സിലാക്കില്ല. എന്നാൽ അതിൻ്റെ വില വളരെ വലുതാണ് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരും. നിന്റെ സഹനങ്ങൾ പാഴാക്കി കളയരുത്. അത് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് നീ സഹിക്കുമ്പോൾ അതിന് വലിയ വിലയുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ഇതാണ് പത്രോസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവം ദൈവചിന്തയോടുകൂടി സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. പ്രിയമുള്ള സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന സഹനങ്ങളിൽ പതറരുത്. ഈ സഹനങ്ങളിൽ നിരാശപ്പെടരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ഇതൊക്കെ സഹനങ്ങൾ പാഴാക്കി കളയുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും. നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ ആ സഹനങ്ങളെ ദൈവം മാറ്റിമറിക്കും. അതിനുള്ള ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ നോമ്പ്. നമ്മുടെ സഹനങ്ങൾ വ്യത്യസ്ത നിയോഗങ്ങൾക്ക് വേണ്ടി നോമ്പുകാലം കാഴ്ചവെക്കാം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാം. ലോകത്തെമ്പാടുമുള്ള രോഗികൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാടിൽ നിന്ന് അടുക്കിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങളുടെ ഇടയിലുള്ള മയക്കുമരുന്നിന്റെ അതിയായ സ്വാധീനം,
മദ്യത്തിൻ്റെ അതിപ്രസരം, ഇതെല്ലാം നമ്മുടെ നാടിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കാം. ഇപ്രകാരം നമ്മുടെ സഹനങ്ങളാണ് ഒരുപക്ഷെ ഈ മേഖലകളിൽ ദൈവം ഇടപെടുവാൻ ആവശ്യമായ, അത്യാവശ്യമായ ഒരു കാര്യമെന്ന് പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾ സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്, സഹനങ്ങളിൽ തളരരുത്, നിരാശപ്പെടരുത്, അത് കൃപയാക്കി മാറ്റണം. എല്ലാ സഹനങ്ങളും എങ്ങനെ കൃപയാക്കി മാറ്റും? ഈശോയെ വിളിക്കുക. ഈശോയെ, നിന്റെ കുരിശോട് ചേർന്ന് നിൽക്കുവാൻ, നിന്റെ പീഡാസനത്തിൽ പങ്കാളിയാകുവാൻ എനിക്കൊരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ചെറുതും വലുതുമായ ഓരോ സഹനങ്ങളും ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റും എന്ന് പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്. എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈശോയ്ക്ക് സഹനത്തിൻ്റെ എച്ചില് കൊടുക്കരുത് എന്ന് കഞ്ചിക്കോട്ട് റാണി ചേച്ചിയോട് പരിശുദ്ധ അമ്മ പറയുകയുണ്ടായി. നിങ്ങൾ ദൈവത്തിന് സഹനത്തിൻ്റെ എച്ചില് കൊടുക്കരുത് എന്ന് റാണി ചേച്ചി പറഞ്ഞു തരുന്നതാണ്. റാണി ചേച്ചിയുടെ ഒരു വീഡിയോയിൽ ചേച്ചി അത് വ്യക്തമാക്കി തരുന്നുണ്ട്, എങ്ങനെയാണ് ദൈവത്തിന് സഹനത്തിൻ്റെ എച്ചില് കൊടുക്കുന്നതെന്ന്. ഇന്ന് പലപ്പോൾ നമ്മളൊക്കെ സഹനത്തിൻ്റെ എച്ചിലാണ് ദൈവത്തിന് കൊടുക്കുന്നതെന്നും നമ്മുടെ ഫ്രഷ് സഹനങ്ങളല്ല ദൈവത്തിന് കൊടുക്കുന്നതെന്ന് ചേച്ചി വ്യക്തമാക്കി തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ്, മോളെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹനം ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ആരുടെ അത് പോയി പറയും. എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്ന ഒരാൾ, ഇല്ലെങ്കിൽ എൻ്റെ സൈഡിൽ ചേരുമെന്ന് എനിക്ക് അറിയാവുന്ന ഒരാൾ, ഇല്ലെങ്കിൽ എനിക്ക് ഉപകാരമുള്ള ഈ സഹനത്തിന് മേലിലൊക്കെ എന്നെ സഹായിക്കപ്പെടുന്ന ഒരാൾ, ആരോടെങ്കിലും ഈ കാര്യം നമ്മൾ പറയും. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യും. എന്നിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദൈവമേ എന്ന് വിളി തമ്പുരാൻ സന്നിധിയിലേക്ക് വരും. ഇതാണ് ചേച്ചി പറയുന്നത്. ആദ്യം കിട്ടുന്ന സഹനം ഫ്രഷായി നീ അവിടെ ഇവിടെ കൊണ്ട് കൊടുത്ത് അവരോട് ആലോചന ചോദിച്ച്, ഇവരോട് ആലോചന ചോദിച്ച്, അവിടെ അല്പം സഹതാപം കിട്ടാൻ വേണ്ടി പറഞ്ഞ്, ഇവിടെ അല്പം മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി പറഞ്ഞ്, എല്ലാത്തിൻ്റെ അവസാനം മിച്ചം വരുന്ന എച്ചില് കൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ സഹനങ്ങൾ അനുഗ്രഹമായി മാറാത്തതെന്ന് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയോട് പറഞ്ഞു. ഇപ്പോഴുള്ള സഹോദരങ്ങൾ, ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടായാൽ ആ വ്യക്തിയെ അറിയാവുന്നവരെല്ലാം നമ്മൾ പോയി പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ വ്യക്തിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തത്തക്ക രീതിയിൽ നമ്മൾ സംസാരിക്കും. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥനയിൽ ഈ സഹനം കൊണ്ടുവരും. ഇതാണ് ദൈവത്തിന് എച്ചില് കൊടുക്കുക എന്ന് പറയുന്നതെന്ന് റാണി ചേച്ചി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് റാണി ചേച്ചി പറയുകയാണ്, ദൈവത്തിന് എച്ചില് കൊടുക്കരുത്. നിനക്ക് കിട്ടുന്ന സഹനം അതുപോലെ ആദ്യം നീ എത്തിക്കേണ്ടത് തമ്പുരാന്റെ സന്നിധിയിലാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? നമ്മുടെ ദൈവം ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ദൈവമല്ലേ? നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യന്റെ വേദനകൾ അറിയാൻ പാടില്ലാത്ത ഒരു ദൈവത്തോടല്ല. ഇതെല്ലാം അനുഭവിച്ച, ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയ ഒരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏതൊക്കെ രീതിയിൽ സഹനങ്ങൾ കടന്നു വരുമ്പോഴും അത് പാഴാക്കി കളയാതെ ആദ്യം എത്തിക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്ന് റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊന്ന് പരിശോധിക്കാം. വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങൾ, താങ്ങാനാവാത്ത സഹനങ്ങൾ. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ചില സഹോദരങ്ങളിലൊക്കെ ബിസിനസ്സിലുണ്ടായ തകർച്ച, കടബാധ്യതകൾ, ഇതൊക്കെ വലിയ വേദനയായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വഴിമുട്ടിയ പ്രതിസന്ധികളായി അനേകരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇതെല്ലാം ഭയമില്ലാതെ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുക. ദൈവം അത്ഭുതകരമായി ആ പ്രതിസന്ധികളിൽ ഇടപെടും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ നോമ്പ് കാലത്ത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്.
അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സഹനങ്ങൾ ആരെയും പഴിക്കണ്ട, ആരെയും വിമർശിക്കണ്ട. എനിക്കുണ്ടായിരിക്കുന്ന സഹനങ്ങൾ ഉത്തരവാദിത്വം മറ്റാരുടെയും ചുമലിൽ കെട്ടിവെക്കാൻ പരിശ്രമിക്കേണ്ട. ഇതാണ് പരിശുദ്ധ നിയമം പറഞ്ഞു തരുന്നത്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്കൊരു സഹനം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും മുകളിൽ അല്ലെങ്കിൽ തോളിൽ കെട്ടിവെക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ വ്യക്തി കാരണമാണ് ഇത് സംഭവിച്ചത്, ഈ വ്യക്തി ഈ രീതിയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല, ഇനി ഈ കാരണം കൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്, ആ കുടുംബമാണ് എൻ്റെ തകർച്ചയുടെ കാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ പഴിചാരാനായിട്ട് പരിശ്രമിക്കുമ്പോൾ സഹനങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്, അതിൻ്റെ കൃപകൾ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അതിനൊരു വിലയില്ലാതെ പോവുകയാണ്. പിന്നെ അവിടെ അസമാധാനവും അസന്തുഷ്ടിയും അവിടെ ഉടലെടുക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങള്, കലഹം, വഴക്ക്, തർക്കങ്ങള്, വൈരാഗ്യം, കൊലപാതകം ഇവയിൽ എത്തപ്പെടുന്നു. എന്നാൽ ഈ സഹനങ്ങൾ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് വേദനകൾ ക്ഷമയോടുകൂടി ദൈവചിന്തയോടുകൂടി സഹിച്ചാൽ അനുഗ്രഹമായി മാറുമെന്ന് പത്രോസ്യരുടെ ലേഖനത്തിൽ നാം ആവർത്തിച്ചു കണ്ട ഈ വചനമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലത്ത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. കാരണം അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നവരാണ് നമ്മൾ മിക്കവരും തന്നെ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഒരു ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർന്നിട്ട് അവസാനം വെറും കൈയോടെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലൂടെ അനേകർ കടന്നു പോകുന്നു. ഞാൻ ഓർക്കിയ സഹോദരങ്ങളെ, ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ കോളേജിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് എൻ്റെ അടുത്ത്, എനിക്കറിയാവുന്നൊരു യുവാവാണ്. അദ്ദേഹം പറയുകയാണ്, ആ യുവാവിൻ്റെ ജീവിതത്തിൽ 17-ാം വയസ്സ് മുതൽ അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. ചേച്ചിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ചേച്ചിയുടെ അന്ന് പഠനത്തിൻ്റെ ഒക്കെ പൈസയൊക്കെ ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കി. അനുജൻ്റെ പഠനത്തിന് വേണ്ടി എല്ലാം ചെയ്തു. അങ്ങനെ അപ്പൻ മരിച്ചു പോയതിനു ശേഷം കുടുംബത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്തിലൂടെ കടന്നുപോയിരിക്കുകയാണ്. കടബാധ്യതയാണ്. അദ്ദേഹം പറയുന്ന ഇപ്രകാരം വെച്ചാൽ, ഈ കടബാധ്യത ഉണ്ടായത് ചേച്ചിക്ക് വേണ്ടി പലിശയ്ക്ക് കടം മേടിച്ചു പല കാര്യങ്ങൾ ചെയ്യാൻ, അനുജന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അപ്പച്ചനുണ്ടാക്കിയ ചില കടങ്ങളൊക്കെ നികത്താൻ, ഇതെല്ലാം ഞാൻ കുടുംബത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ ചേച്ചി ഒരു നിലയിലായി, തിരിഞ്ഞു നോക്കുന്നില്ല. അനിയൻ സാമ്പത്തികമായി ഒരുപാട് ഉയർന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. അമ്മ ചേച്ചിയുടെയും അനുജൻ്റെയും കൂടെ ഞാൻ ചെയ്തതിനൊന്നും ഒരു വിലയില്ല. എന്നിട്ട് അമ്മ ഈ ഇടയ്ക്ക് അമ്മയോട്, ഈ കടം, മാത്രമുള്ള കടം നമുക്ക് എങ്ങനെയാണെന്ന് വീട്ടാൻ സാധിക്കും, അമ്മയോടൊന്ന്, ചേച്ചിയോടൊന്ന് പറയാമോ, അനിയനോടൊന്ന് പറയാമോ, കൂടെ താമസിച്ച് അമ്മയോട് പറഞ്ഞ, അമ്മ പറയുന്നു, നീ ഉണ്ടാക്കിയ കടം നീ തന്നെ വീട്ടുക. ആ സഹോദരൻ വിങ്ങിപ്പൊട്ടുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിരുന്നുവെങ്കിൽ ഇതൊന്നും എനിക്കുണ്ടാകുമായിരുന്നില്ല. എൻ്റെ ഭാര്യ, എനിക്കുള്ള കുഞ്ഞുങ്ങള്, അവരെ പോലും നോക്കാതെയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. അപ്പൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അപ്പം മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഏറ്റെടുത്തു. ഇവരുടെ സഹോദരങ്ങളെ ഇന്ന് കുടുംബം കൈവിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആരും ഇല്ലച്ചാ, ഇന്നെല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. എനിക്ക് പൈസ ഉണ്ടായിരുന്നപ്പോൾ ഉടപ്പുറപ്പുകളുണ്ട്. അമ്മ പോലും നീ ഉണ്ടാക്കിയ കടം നീ തന്നെ തീർക്ക്. ചേട്ടൻ, അനുജന്റെയും പെങ്ങളുടെയും കൂടെ അവര് പറയുന്ന കേട്ട് അമ്മ പോലും മാറിപ്പോയിരിക്കുന്നു എന്നൊരു യുവാവ് നൊമ്പരത്തോടെ കഴിഞ്ഞ രാത്രി പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. പിന്നെ സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമുക്ക് ദൈവമല്ലാതെ ആരും കൂടെ നിന്നിരിക്കില്ല. അപ്പനുണ്ടായിരുന്നിരിക്കില്ല, അമ്മ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. സങ്കീർത്തന പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പനും അമ്മയും മറ്റു പല രീതിയിലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മാറ്റി നിർത്തിയ മക്കൾ ലോകത്തുണ്ട്. എല്ലാ അപ്പനും അമ്മയും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഇത് തിരിച്ചറിയണം. ചെയ്യാത്ത കുറ്റത്തിന് പഴിചാരപ്പെടുമ്പോൾ, നന്മ ചെയ്തിട്ടും ഇത്രമാത്രം ഉപകാരം ചെയ്തിട്ടും ഉപദ്രവം തിരിച്ചു കിട്ടുമ്പോൾ തളരരുത്. നിന്റെ
സഹനങ്ങളെല്ലാം കൃപയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. റാണി ചേച്ചിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കുക, നിന്റെ മുറിവുകൾ തിരുമുറിവുകളാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം, അതുകൊണ്ട് നീ തളരരുത്. ഇതാണ് പരിശുദ്ധ അമ്മ റാണി ചേച്ചിയോട് പറഞ്ഞു കൊടുത്തത്. നീ ലോകത്തോട് പറയണം, നീ മുറിയപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവരാൽ പല രീതിയിലും നീ കുത്തി മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, പരിശുദ്ധ അമ്മ റാണി ചേച്ചി പറയുക, നിന്റെ ഈ മുറിവുകൾ ദൈവത്തിന്റെ മുറിവോട് ചേർത്ത് വെച്ച് നീ സഹിക്കുമ്പോൾ നിന്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുവാൻ എൻ്റെ പുത്രന് സാധിക്കും. അതുകൊണ്ട് ഭയപ്പെടരുത്, ഈ ലോകത്തിന്റെ സഹനങ്ങളെ നീ ഭയപ്പെടരുത്. എൻ്റെ പുത്രൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നീ അവനോട് ചേർന്ന് നിൽക്കുക, അവിടുത്തെ രാജ്യവും നീതി നീ അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള തിരുവെഴുത്ത് പൂർത്തിയാക്കപ്പെടുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. സഹനങ്ങൾ ഈശോയുടെ മുറിവോട് ചേർത്ത് വെച്ച് പരാതിയില്ലാതെ സഹിക്കുമ്പോൾ, പരാതിയില്ലാതെ മറ്റനേകരുടെ ജീവിതത്തിന് വേണ്ടി അത് കാഴ്ചവെക്കുമ്പോൾ, അതെല്ലാം ഒരു അനുഗ്രഹമായി മാറുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് പ്രകാരം പറഞ്ഞു കൊടുത്തു, വലിയ പരീക്ഷണത്തിന്റെ കാലഘട്ടം ആഗതമായിരിക്കുന്നു. ഈ ലോകം വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോകുവാനുള്ള സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ ഉയരുന്നത് നീ കാണും. ഭൂമിയിൽ അഗ്നികുണ്ഡങ്ങൾ എരിയപ്പെടുന്നത് നീ കാണും. അതിനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധങ്ങളുടെയും ഭീകരതയുടെയും നാളുകൾ അടുത്തിരിക്കുന്നു. വലിയ സഹനങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന നാളുകൾ എത്തിക്കഴിഞ്ഞുവെന്ന് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം വലിയ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണെന്നും, നമ്മൾ ഈ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ തിക്താനുഭവങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കുമെന്നും, മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളിൽ മനുഷ്യൻ അകപ്പെടുവാൻ പോവുകയാണെന്നുമുള്ള ചില മുന്നറിയിപ്പുകളും പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് നൽകുകയുണ്ടായി. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുന്നത് അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ ഉയർന്ന് നമ്മൾ കാണുന്നുണ്ട്, അഗ്നികുണ്ഡങ്ങൾ എരിയപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് റാണി ചേച്ചിയോട് അമ്മ പറഞ്ഞു കൊടുക്കുക, സ്ഫോടക വസ്തുക്കളുടെ ശക്തി രാജ്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? സ്ഫോടക വസ്തുക്കൾ, ആണവായുധങ്ങൾ മനുഷ്യൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ സാധിക്കുമോ എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. എന്തിനൊക്കെയോ ഉള്ള സമയമായി അമ്മയുടെ സന്ദേശങ്ങളൊക്കെ നാം നിറവേറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മ ചോദിക്കുകയാണ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് നിനക്ക് ഊഹിക്കുവാൻ സാധിക്കുമോ? പരിശുദ്ധയമ്മ കൂടുതലൊന്നും പറയുന്നില്ല. മകളെ, പ്രാർത്ഥനയിലേക്ക് കടന്നു വരൂ, പ്രാർത്ഥനയിലേക്ക് കടന്നു വരൂ. മറ്റൊന്നിനും ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾ ഇനി ഈ ലോകത്ത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ആയുധം, ഞാൻ പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ, ജപമാലയാണ്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾ സ്വർഗത്തിന്റെ ആയുധം എടുത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് ലോകത്തെ നശിപ്പിക്കുന്ന മാരകായുധങ്ങൾ ഇന്ന് രാജ്യങ്ങൾ സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളെ, ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ ശക്തി അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ ആയുധം
മനുഷ്യനെടുത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട്. എന്നിട്ട് അമ്മ പറഞ്ഞു കൊടുത്തു. പഴയ നിയമത്തിൽ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും സംഭവം അമ്മ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, മോളെ, ഗോലിയാത്ത് എന്ന മല്ലനെ, ആ ഭീകരനെ ദാവീദ് കൊന്നത് ചെറിയൊരു കല്ലുപയോഗിച്ചല്ലേ? ചെറിയൊരു കല്ലുപയോഗിച്ചല്ലേ? ഇസ്രായേൽ ജനം മുഴുവനും ഭയപ്പെട്ട് നിന്നിരുന്ന ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്നത് വെറും ഒരു കല്ല്. അവൻ കർത്താവിന്റെ നാമത്തിൽ ആ കല്ലെടുത്ത് ഉപയോഗിച്ചപ്പോൾ ആ ഭീകരൻ മരിച്ചു വീണു. എന്റെ പരിശുദ്ധ അമ്മ പറയുക, നീ ജപമാല ഉരുട്ടുന്ന ഈ ചെറിയൊരു മണിയുണ്ടല്ലോ, ആ ചെറിയ കല്ല് പോലെ ചെറിയൊരു മണി, ആ ജപമാല പ്രാർത്ഥനയിൽ നീ പരിശുദ്ധ എന്നോട് ചേർന്ന് എൻ്റെ പുത്രന്റെ നാമത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നീ ഉരുട്ടുന്ന ജപമാലയിലെ ആ ചെറിയ മണി ദാവീദിന്റെ ഗോലിയാത്തിനെ തകർത്ത കല്ല് പോലെ ശക്തമാണെന്ന് പരിശുദ്ധയമ്മ പറയുക. നിങ്ങൾ ഈ ലോകത്ത് കാണുന്ന ഇതൊന്നും ഭയപ്പെടരുത്. കൂടുതൽ ജപമാല ചൊല്ലുവാൻ സമയം കണ്ടെത്തുക. ജപമാല ഹൃദയത്തിൽ നിന്ന് ചൊല്ലുവാൻ, പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. ഇപ്പോൾ ഈ ലോകത്ത് നടമാടുന്ന ഭീകരതയെ ഭയക്കരുത്. ജപമാല എന്ന ആയുധമെടുത്ത് പ്രാർത്ഥിക്കുക, ഉപയോഗിക്കുക. ഈ ലോകത്ത് തിന്മ തകർന്നടിയുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സന്ദേശം. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ പരീക്ഷണത്തിൻ്റെ കാലഘട്ടങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല എന്ന ശക്തിയേറിയ ആയുധമെടുത്ത് പ്രാർത്ഥിച്ച് ഈ നോമ്പ് കാലത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കും പ്രാർത്ഥിക്കാൻ, പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് നേടാം. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.